പാലിയക്കരയിൽ ബംഗാൾ സ്വദേശിയെ ആക്രമിക്കുകയും യുവതിയെ തടവിൽ വെച്ച് കവർച്ച നടത്തുകയും ചെയ്ത സംഭവത്തിൽ ദുരൂഹതയേറുന്നു. സംഭവത്തിൽ ആക്രമിക്കപ്പെട്ട യുവതിയും ആക്രമികളും പങ്ക് കച്ചവടക്കാരായിരുന്നുവെന്നും ഇവർ നടത്തിയിരുന്ന സ്പാ ഒരു മാസം മുൻപ് നിർത്തിയതായും പോലീസ് പറയുന്നു. സ്പായുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള തർക്കമാണ് തട്ടിക്കൊണ്ടുപോകുന്നതിലും കവർച്ചയിലും കലാശിച്ചത്. സ്പായുടെ മറവിൽ പ്രധാന പ്രതിയായ ഗോപകുമാർ മയക്കുമരുന്ന് വിൽപ്പന നടത്താൻ ശ്രമിച്ചതാണ് സ്പാ നിർത്താൻ കാരണമായെന്നാണ് ആക്രമിക്കപ്പെട്ട യുവതി പോലീസിന് നൽകിയ മൊഴി. തൃശൂരിൽ നടത്തിയിരുന്ന സ്പായുടെ മറവിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടന്നിരുന്നതായും പോലീസിന് വിവരമുണ്ട്. ആക്രമിക്കപ്പെട്ട യുവതിയുടെ സുഹൃത്തും അറസ്റ്റിലായ ഗോപകുമാറുമായി അഭിപ്രായ ഭിന്നതയുണ്ടായതിന്റെ വൈരാഗ്യമായാണ് യുവതിയെ കടത്തിക്കൊണ്ടുപോകുവാൻ കാരണം. പരിക്കേറ്റ യുവതിയെ റോഡിൽ തടഞ്ഞ് ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് തൃശൂർ അർണാട്ടുകരയിൽ വെച്ചാണ് സംഘം യുവതിയെ തടഞ്ഞ് ആക്രമിച്ചത്. തുടർന്ന് ബലമായി കാറിൽ കയറ്റി ഗോപകുമാറിന്റെ കല്ലൂർ നായരങ്ങാടിയിലെ വീട്ടിലെത്തിക്കുകയും ആക്രമിച്ച് ആഭരണങ്ങൾ കൈവശപ്പെടുത്തുകയുമായിരുന്നു. ഇതിൽ അറസ്റ്റിലായ 5 ആളുടെ പേരിലും കൊലപാതക ശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. നായരങ്ങാടി സ്വദേശികളായ താഴെക്കാട്ട് വീട്ടിൽ ഗോപകുമാർ, കോഴിക്കോട് മേലൂർ സ്വദേശി ചേലയാർകുന്നിൽ അഭിനാഷ് പി ശങ്കർ, അളകപ്പനഗർ സ്വദേശി പുതുശ്ശേരിപ്പടി വീട്ടിൽ ജിതിൻ ജോഷി, കോഴിക്കോട് മേലൂർ സ്വദേശി ആതിര, തിരുവനന്തപുരം വെള്ളറട സ്വദേശി അജ്ജു എന്നിവരുടെ പേരിലാണ് കേസ്. ഇതിൽ ഗോപകുമാർ, അഭിനാഷ്, ജിതിൻ എന്നിവരുടെ പേരിൽ ബംഗാൾ മുർഷിദാബാദ് സ്വദേശി അബ്ദുളിനെ ആക്രമിച്ച സംഭവത്തിലും കൊലപാതക ശ്രമത്തിന് കേസുണ്ട്. വ്യാഴാഴ്ച രാത്രി 11:30 പാലിയക്കര ടോൾ പ്ലാസയുടെ സമീപത്തെ കോഫി ഷോപ്പിലെ ജോലിക്കാരനായ അബ്ദുളിനെ സംഘം ആക്രമിച്ചത്. കോഫി ഷോപ്പിലെ ടോക്കൺ സമ്പ്രദായം തെറ്റിച്ചത് ചോദ്യം ചെയ്തതായാണ് അക്രമികളെ പ്രകോപിപ്പിച്ചത്. ഈ സംഭവത്തിൽ പ്രതികളെ തിരഞ്ഞെത്തിയപ്പോഴാണ് പോലീസ് ഗോപകുമാറിന്റെ വീട്ടിൽ തടവിലിട്ടിരുന്ന യുവതിയെ കണ്ടത്.